കണ്ടോ? കുഞ്ഞുങ്ങൾ ചെറിയ കാ ഉണ്ടായി വരുന്ന കണ്ടോ? പൂവാണ് കൂടുതൽ, എന്നാൽ കാ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ട്. കണ്ടോ? അങ്ങനെ അത് 3-ാം വർഷം കായ്ച്ചു. 8 വർഷമാകുമെന്ന് പറഞ്ഞിട്ട്. ആദ്യം പച്ചക്കാ വരുവേ, അത് കഴിഞ്ഞിട്ട് ഒരു ബ്രൗൺ കളർ വരുവേ, അത് കഴിഞ്ഞിട്ട് നല്ല കറുത്ത് വരും, നല്ല മുന്തിരിങ്ങയുടെ കളറ്, കറുത്ത മുന്തിരിങ്ങയുടെ കളറ്. ഇത്ര മുഴുപ്പുണ്ട് ചെടിക്ക്. അവിടെ എവിടെയൊക്കെ കാ വരുന്നുണ്ട്. ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ മരമുന്തിരി ഇതേ പൂവിട്ടു. മരമുന്തിരി അല്ലെ ജംബോട്ടിക്ക ബാബ എന്ന് പറയും. അത് 8 വർഷം കഴിഞ്ഞേ പൂക്കുള്ളൂ, കായ്ക്കുള്ളൂ എന്നാണ് പറഞ്ഞേ. പക്ഷേ ഇത് 3 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇതാ പൂവുണ്ടായി, പൂവുണ്ടായി വരുന്നു. അത് ഡ്രമ്മിലാണ് നട്ടേക്കുന്നത്. ഞങ്ങൾ അങ്ങനെ എല്ലുപൊടി കടലപ്പിണ്ണാക്കോ ചാണകമൊക്കെ കൂട്ടിയാണ് നട്ടത്. അത് കഴിഞ്ഞ് വല്ലപ്പോഴും ഒക്കെ ചാണകപ്പൊടി ഇടും. പിന്നെ ജൈവ സ്ലറി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലെയും പോയിട്ടും വെള്ളം നല്ലപോലെ ഒഴിക്കും. ഇലകളിൽ കൂടെ എല്ലാം ഒഴിക്കും, തണ്ടിക്കൂടി ഇലകളിൽ കൂടിയൊക്കെ. ഇപ്പം ചാണകവും കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും, വേപ്പിൻ പിണ്ണാക്കും എല്ലാടെ ഇട്ട് ഇളക്കി അതിന് വളമായിട്ടിട്ടുണ്ട്. 2-3 എണ്ണം ഉണ്ട് ഇവിടെ. ഹൈബ്രിഡിൻ്റെ ഉണ്ട്, മരമുന്തിരി ഹൈബ്രിഡ് ഉണ്ട്. ഒരെണ്ണം 8 വർഷം കഴിഞ്ഞ് കായ്ക്കുള്ളൂ എന്ന് പറഞ്ഞപ്പം ചെറുത് ഞങ്ങൾ മേടിച്ച് നട്ടു. അങ്ങനെ 2-3 എണ്ണം ഉണ്ട് ഇപ്പോൾ. കേട്ടോ, ഒരെണ്ണം നിലത്ത് നട്ടിട്ടുണ്ട്, ഒരെണ്ണം എയർപോർട്ടിൽ നട്ടിട്ടുണ്ട്, ഒരെണ്ണം ഡ്രമ്മിൽ നട്ടിട്ടുണ്ട്. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അതിൽ 8 വർഷം കഴിഞ്ഞ് കായ്ക്കുള്ളൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ കായ്ച്ചു. പൂവൊക്കെ ആയി, കായ്ക്കാറായി. കണ്ടോ പൂ? കണ്ടോ? കുറേ പൂവുണ്ട്. അതിൻ്റെ സന്തോഷത്തിന് വീഡിയോ എടുത്തിട്ടാണ്. 8 വർഷം കഴിഞ്ഞ് കായ്ക്കുള്ളല്ലോ എന്ന് ഓർത്തിരുന്നപ്പോൾ. അങ്ങനെ സബാറ 8 വർഷം കാത്തിരിക്കേണ്ട, വെള്ളം നല്ല പോലെയൊക്കെ കൊടുത്താൽ മതി. നല്ല മധുരവും രുചിയുള്ളതെന്നാണ് പറയുന്നത്. ഇത് മരത്തേലുണ്ടാകുന്ന തടിയിലുണ്ടാകുന്ന മുന്തിരിങ്ങ, അതുകൊണ്ടാണ് ഇതിന് മരമുന്തിരി എന്ന് പേരിട്ടേക്കുന്നത്. കണ്ടോ? നല്ല പൂവായിട്ട്. മുന്തിരിയേക്കാളും നല്ല മധുരമാണെന്നാണ് പറയുന്നത്, നല്ല രുചിയും. ഈ തണ്ടയില ഇങ്ങനെ കമ്പയിലല്ലേ മുകളിലുള്ള തോല് ഇങ്ങനെ പൊളിഞ്ഞു വരുവേ, അപ്പോഴാണ് പൂക്കുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഇവിടെ തോട് ഇതിൻ്റെ തണ്ടയിലുള്ള എല്ലാം പൊളിഞ്ഞു വന്ന് തോലെ, അപ്പോഴത് കായ്ച്ച പൂവ് വരുന്നത്. കണ്ടോ? കുറേ പൂവുണ്ട്. ഇത്രയും വലുതാണ്, ബാക്കി 2 എണ്ണം ഉണ്ട്, അത് ചെറുതാണ്. ഇങ്ങനെ സബാറ 8 വർഷം കാത്തിരിക്കേണ്ട, വെള്ളം നല്ലപോലെ കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് വളമിടും, ചാണകപ്പൊടിയൊക്കെ ഇടും. വല്ല കാലത്തോ ചാണകപ്പൊടി ഇടുകയുള്ളൂ കേട്ടോ. എന്നും 2 ആഴ്ച കൂടുമ്പോൾ ജൈവ സ്ലറി ഒഴിക്കും. പച്ചക്കറി വേസ്റ്റിൻ്റെ ജൈവ സ്ലറി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് ഒഴിച്ചു കൊടുക്കും. കണ്ടോ? പൊളിഞ്ഞു വരുന്ന കണ്ടോ? തോല് പൊളിഞ്ഞു വരുമ്പോഴാണ് പൂവുണ്ടാകുന്നു, കായ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം കണ്ടോ, ചെറിയ തോല് പൊളിഞ്ഞു വരുന്നുണ്ടോ, ഉണങ്ങി. കണ്ടോ? ഇത്ര മുഴുപ്പുണ്ട്. വേറെ ഹൈബ്രിഡിൻ്റെ മേടിച്ച് നട്ടിട്ടുണ്ട്. ഇനി അതായിരിക്കും ആദ്യമേ കായ്ക്കുന്നതെന്ന് ഓർത്തുകൊണ്ടിരുന്ന, അപ്പോഴത് ഇത് കായ്ച്ചു. സബാറ 8 വർഷം ആകുമെന്നൊക്കെ പറഞ്ഞ് ഇത് കായ്ച്ചു.
3 വർഷമായതേ ഉള്ളൂ നട്ടിട്ട്. കണ്ട പൂ വരുന്നു, കായ പിടിക്കും. ഇനി തണ്ടയിൽ ഇങ്ങനെ മുന്തിരി ഇരിക്കുന്ന പോലെ കാണാം. തടിയോട് പറ്റിച്ചേർന്നാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇനി ഇത്രയും മുഴുപ്പുള്ളൂ. ട്രമ്മിൽ നട്ടേക്കുന്നുണ്ടോ. കരിയിലയൊക്കെ ഇട്ട് കൊടുക്കും ഞങ്ങൾ. ഇത്രയും മണ്ണുള്ളൂ കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. എല്ലാം പൂത്തു, ഇനി കായ ഉണ്ടാവും. തൊലി പൊളിഞ്ഞ് ഇരിക്കുന്ന കണ്ട് തോടെല്ലാം പൊളിഞ്ഞ് പുറം തൊലി പൊളിഞ്ഞു പോയി. അപ്പോഴാണ് പൂക്കുന്ന കായ്ക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഒരെണ്ണം ട്രമ്മിൽ, ഒരെണ്ണം എയർപോർട്ടിൽ, ഒരെണ്ണം നിലത്ത്, അങ്ങനെ 3 നട്ടുണ്ട്. സവാറ, മരമുന്തിരി, ജംബോട്ടിക്ക ബാവ. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുകൊണ്ട് നിലത്ത് നട്ടേക്കുന്നു. ഇത് ഹൈബ്രിഡ് മുന്നിൽ മേടിച്ച് നട്ടേക്കുന്നു. ഇതാ നേരത്തെ കായ്ക്കുന്നതെന്ന് ഞങ്ങൾ ഓർത്തു. അപ്പോൾ ഇതിന് മുമ്പിലെ 8 വർഷം ആകും കായ്ക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയത് കായ്ച്ചു. ഇത് അടുത്തത് കണ്ടോ, എയർപോർട്ടിൽ നട്ടേക്കുന്നു. അത് മേടിച്ചിട്ട് 5-6 മാസമായതേ ഉള്ളൂ. ഇത് മേടിച്ചിട്ടേ എല്ലാം മുറ്റത്താണ് നട്ടേക്കുന്നത്. താങ്ക് യു സോ മച്ച്.